അങ്ങനെ നമ്മൾ സർത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ഇന്നലെ രാത്രി സർത്തൂരാണ് സ്റ്റേ ചെയ്തത്. അന്യായ തണുപ്പായിരുന്നു. ഒരുപാട് ലോറികൾ നിറയും. 2 വണ്ടികൾ ശരിയായി ലൂബൊക്കെ ചെയ്തു. ചാരിയിരുന്നോ? ഇത് സൈഡിലോട്ടാക്കിയിട്ട് കൊടിയൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് പുറകിൽ വണ്ടീനെ. പതുക്കെ ഇടാമെന്നായിരിക്കും. പോവാ, ഓക്കെ അല്ലേ? അപ്പം നേരെ ഇന്ന് പാങ് വഴി നേരെ ലേയിലോട്ട് പോകേണ്ട പ്ലാനാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഡേ 3 ആയില്ലേ? ഡേ 3. അപ്പോൾ നമ്മൾ 2 മലയുടെ ഇടയിൽ കൂടെയുള്ളൊരു റോഡ് കൂടെ നല്ല സുഖത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ തട്ടിച്ച് പോകുന്നു. നല്ല റോഡാണ്, ഒന്നും പറയാനില്ല. റോഡിലോട്ട് കല്ല് വീണിരിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും പണി. മറ്റെന്ത് പറയാൻ. കാട്ടാ ലൂപ്പ് സ്റ്റാർട്ട്സ്. ടോട്ടൽ 21 ലൂപ്സ്. അങ്ങനെ നമ്മൾ കാട്ടാ ലൂപ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. കാട്ടാ ലൂപ്സിലൊരു കഥയുണ്ട്. കാട്ടാ ലൂപ്സ് ബ്രോ. കാട്ടാ ലൂപ്സ് കാട്ടാലൂപ്സിലൊരു ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റോറി ഉണ്ട്. പണ്ടെങ്ങാനും ഒരിക്കൽ ഉണ്ട്. ഒരു ലോറിയിൽ ഒരു ഡ്രൈവറും അതിൻ്റെ കിളിയും കൂടെ പോകുമ്പോൾ കാട്ടാലൂപ്പിൽ എവിടെയോ വച്ച് ആ വണ്ടി കേടാവുകയും വണ്ടി ശരിയാക്കാൻ പറ്റാതെ അവർ പെട്ടുപോയി. അതിലൊരാൾ വണ്ടി ശരിയാക്കാൻ ആൾക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഒരാൾ വണ്ടിയിലിരുന്നു. എന്തൊക്കെയോ ലഗേജൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇയാൾ പോയപ്പോൾ കാട്ടാലൂപ്പിൽ ഇവിടെ ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴുകയും മഞ്ഞ് വീണ് ആർക്കും ഇങ്ങോട്ട് വരാൻ റോഡൊക്കെ ക്ലോസായി. ഇവിടുത്തോട്ട് ആൾക്കാർക്കൊന്നും വരാൻ പറ്റാതായി. അങ്ങനെ ഇവിടെയുള്ള ആൾ ഇവിടെ മറ്റേ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ സ്റ്റാർവ് ചെയ്ത് വെള്ളവും ഫുഡൊന്നും കിട്ടാതെ മരിച്ചു പോയി എന്നാണ് ഇതിൻ്റെ സ്റ്റോറി. അപ്പോൾ കാട്ടാലൂപ്പിൽ പിന്നീട് പലപ്പോഴും പല ലോറിക്കാരും പോകുമ്പോൾ അന്ന് മരിച്ചുപോയ ആളെ കണ്ടു എന്നാണ് അയാൾ ഗോസ്റ്റായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ഇതാണ് കാട്ടാലൂപ്പിൻ്റെ സ്റ്റോറി. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വെള്ളവും ഫുഡൊന്നും കിട്ടാതെ മരിച്ചതുകൊണ്ടേ ഇവിടുത്തെ ലോറിക്കാർ ആ ഗോസ്റ്റ് ഉപദ്രവിക്കാതിരിക്കാനും പിന്നെ കൂടിയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു സ്ഥലത്ത് പിന്നെ വെള്ളക്കുപ്പികൾ ഡംപ് ചെയ്യും. ആ വണ്ടി അപകടത്തിൽ കേടായി കിടന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളത്തിൻ്റെ കുപ്പി അവിടെ ഡ്രോപ്പ് ചെയ്യും. അവർക്ക് കുടിക്കാനുള്ള ഒരു കോൺസെപ്റ്റിലാണ് അവർ
അവരത് ചെയ്യുന്നത്. പക്ഷെ അത് പ്ലാസ്റ്റിക് കുപ്പി ഇട്ടിട്ട് ഇപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരമായി മാറിയിട്ടുണ്ടെന്നാണ് കണ്ടത്. അത് നമ്മൾ പോകുമ്പോൾ നോക്കാം, അത് എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നു. ദിസ് ഈസ് ടാറ്റ ലൂപ്സ്. എൻ്റെ അപാരത കാണണമെങ്കിൽ നിങ്ങളത് കണ്ണുകൊണ്ട് തന്നെ കാണണം. നൂഡിൽസ് മലയുടെ മുകളിൽ ഇട്ടതുപോലെ ചുറച്ചിട്ടതുപോലെ ഇരിക്കുന്നേ കണ്ടോ? ഓ ഞാൻ താഴോട്ട് നോക്കാൻ മതി. കയറലോ കയറലോ. കയറിയിട്ടും തീരുന്നില്ല, അമ്മാതിരി കയറ്റം. താഴേക്ക് കണ്ടോ? എൻ്റെ താഴേക്കുള്ളേറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ഇപ്പോൾ തലേ കൈ വെക്കും. എന്താണത്? ലോറിയുടെ ഉമ്മ വെക്കാണ്. അയ്യോ, കണ്ടോന്നാണ് ഞാൻ പറയുന്നില്ല. ഇനി മലയാളത്തിൽ എന്താന്ന് നമ്മൾ അടക്കണമെന്നുണ്ട്. എങ്ങനെയെങ്കിലും ഹെർപ്പിനെ എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറ്റുക. പണിയാണ്, കയറത്തില്ല. ഒരു വിധത്തെ സൈഡിൽ കൂടെ കയറ്റി. എന്താണ് നമ്മൾ പറഞ്ഞ വിവാദമായ സ്ഥലം? കണ്ടോ അവർ ചെയ്യുന്നുണ്ടോ? ലോറി നിർത്തിയിട്ട് അതാണ് അവരെ വിശ്വാസം. കണ്ടോ? നമ്മൾ പറഞ്ഞതൊന്നും അതൊന്നും വേണ്ട. ഫുൾ ബോട്ടിൽ കുപ്പിയാണ്. കണ്ടല്ലോ അല്ലേ? എന്നിട്ടാണ് പുള്ളി പോകുന്നത്. ഞാൻ കാണിച്ചു തരാം ഇതെന്താ സംഭവം. നമ്മളെ കൊടി ഓൾറെഡി ഇങ്ങനെയായി. ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ പുള്ളി? ഇപ്പോൾ പുതിയ കുപ്പിയിൽ വെള്ളം ചാടി. അവിടെ ചെറിയൊരു ഇതുപോലെ പണ്ടതിൻ്റെ അകത്തൊരു തലയോട്ടിയൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വണ്ടികളൊന്നും പിന്നെ അത് ഇടുന്നില്ല. കണ്ടോ തേങ്ങയൊക്കെ വെച്ചിരിക്കുന്നു. ഉരുൾക്കുപ്പി, ലോഡ് ഓഫ് കുപ്പീസ്. അപ്പോൾ അവരിത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? ദിസ് ഈസ് ടാറ്റ ലൂപ്സ്. വളഞ്ഞ് പൊളഞ്ഞ്
വണ്ടികൾ കയറി വരുന്നുണ്ട് താഴെ നിന്നൊക്കെ. ഇതൊരു ഭാഗം മാത്രം കേട്ടോ, അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് വ്യൂ ഇല്ല. പക്ഷേ ഈ ഒരു ഹൈറ്റ് ഒറ്റയടി കൊണ്ട് കയറും. അവിടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, ലോറികൾ അവർ നിന്ന് പോയി തോന്നുന്നു. നമുക്ക് പതുക്കെ പോവാം. $15,547 ഫീറ്റ്. നക്കില പാസ് വെൽക്കംസ് യു. കണ്ടോ? വരുമ്പോൾ എല്ലാ ടോപ്പിലും കയറി ഒരു ടിബറ്റൻ ഫ്ലാഗ് കേട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഇവിടെയും പോയി എന്തെങ്കിലുമൊക്കെ എഴുതിയിടുന്നതിന് പകരം ദിസ് ഈസ് അവർ പ്ലാൻ. ഓക്കെ, നമ്മളെ ഫ്ലാഗാണ് കിടക്കുന്നത് അതിൻ്റെ മുകളിൽ തന്നെ. പോവാ പോവാ. ആ, അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആദ്യത്തെ ഫ്ലാഗ് നമ്മളാ. ഇപ്പോൾ ഒരു രസമില്ലേ? അതാ ഞാൻ പറഞ്ഞേ. സംഭവ ബഹുലമായ പാങ് ദർശനത്തിന് ശേഷം നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ലേയിലോട്ട്. പാങ്ങിലെത്തുമ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് അവിടെ നിൽക്കേണ്ടി വരുന്നു. ആ മാതിരി തലവേദനയായിരുന്നു. വെയിലൊക്കെ കൊണ്ടുതന്നെയാന്ന് തോന്നുന്നു. വെളിച്ചൊന്നും നോക്കാൻ വയ്യ. അവസാനം ഒരു ഹെഡേക്കിൻ്റെ ഒരു ഗുളിക കഴിച്ചു. അത് കുടിച്ചപ്പോൾ ആണ് ശരിയായത്. അല്ലെങ്കിൽ ഞാനിന്ന് റൂം എടുത്ത് അവിടെ കിടന്നേനെ. പാങ്ങിൽ അത്യാവശ്യം സ്റ്റേ ഒക്കെ ഉണ്ട്. നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാങ്ങിലോട്ട് വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി ഗൈസ്. ഫസ്റ്റ് ഡേ തന്നെ പാങ്ങിലോട്ടൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ വളരെ നേരത്തെ ഇറങ്ങി പയ്യെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല പാങ്ങിലോട്ട് എത്തുമെന്ന്. സർച്ചിൽ ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യത്തുമില്ല. ചർച്ചിൽ ഭയങ്കര തണുപ്പാണ്. അല്ലെങ്കിൽ നേരത്തെ ഒന്ന് നല്ല സ്റ്റേ ഒക്കെ എടുത്തിട്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി തകരപ്പെട്ട പോലത്തെ റൂമുണ്ടല്ലോ, അതുകൊണ്ടുണ്ടാക്കിയ പിന്നെ റൂംസാണ്. അപ്പോൾ ഭയങ്കര തണുപ്പാണ് രാത്രി. ഇതനിയൊരു 10 കിലോമീറ്റർ ഇതുപോലെ പാച്ചസ് ഉണ്ടാകുന്ന പറഞ്ഞത്.
അതിന് ശേഷം ലേയിലോട്ടുള്ള റോഡ് നല്ലതാണെന്നാണ് അവിടെയുള്ള നമ്മൾ ചായ കുടിക്കുന്ന അപ്പാപ്പൻ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ലേയിൽ വരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഓടിച്ചാൽ ഫസ്റ്റ് ഡേ സർച്ചു നിന്ന് എങ്ങോട്ടും അത്ര ഈസി ഒന്നുമല്ല. അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ആണ് ലേയിൽ വരുന്നത്. ഇതിന് അത്യാവശ്യം ഒരു കഷ്ടപ്പാടുണ്ട്. ആദ്യം നമ്മളെ 3 നാളെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ മണാലിയിലെത്തിയപ്പോൾ തന്നെ തണുപ്പൊന്നുമില്ല. അപ്പോൾ തന്നെ ഇവർക്ക് ഒരു തണുപ്പൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഓടിച്ച് സർച്ചുവിലോട്ട് വരും വഴിയും കുറേ ദൂരം പിന്നെ തണുപ്പൊന്നുമില്ല. പിന്നെ നമ്മൾ ഹൈറ്റ് കയറി തുടങ്ങിയപ്പോഴാണ് കുറച്ച് തണുപ്പ് കിട്ടിയത്. പിന്നെ വാരാല പാസിൽ ഫുൾ സ്നോ കിട്ടി. അതോടെ എല്ലാവരും മൂടായി. അവിടം വരെ ഒന്നും ഓടിക്കാനൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചവിട്ടി വിട്ടാൽ മതിയായിരുന്നു. അതിന് ശേഷം ആ മഞ്ഞിൽ ഓഫ് റോഡ് കയറിയപ്പോഴാണ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തത്. അത് ഒരു 1.5 പണിയായിരുന്നു. അതൊരു മെനക്കേട് തന്നെയായിരുന്നു. അപ്പോഴാണ് നമ്മൾ കുറച്ച് ടയേർഡായത്. അല്ലെങ്കിൽ നമ്മൾ പുഷ്പം പോലെ മറ്റേ റോഡ് കൂടെ ഓടിക്കുമ്പോൾ ഓടിച്ച് വന്നേനെ. അന്നപ്പോൾ നമ്മൾ കുറച്ച് ടയേർഡായി. വന്ന് കിടന്നു ഉറങ്ങി. ഇന്ന് രാവിലെയും റൈഡും കുറച്ച് ടഫാണ്. പിന്നെ സർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയും കുറച്ച് ദൂരമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഗാട്ടാലൂപ്പൊക്കെ എത്തിയപ്പോൾ കുറച്ച് ടഫായിരുന്നു. അതിനുശേഷം വെറും ടഫായിരുന്നു. ടഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ അങ്ങോട്ട് പറ്റണ്ടേ. ഇതുപോലത്തെ അവസ്ഥ തന്നെ. നമ്മളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇരുട്ട് മുന്നേ ലേ എത്തണം. ദാറ്റ് ഈസ് അവർ. അതാണ് നമ്മൾ ഇന്നത്തെ ആഗ്രഹം. അത് കണ്ടോ, ഫുൾ ബ്ലൂ സ്കൈ ഒക്കെ. എൻ്റെ മോനെ, വലിയ കൂറ്റൻ മലകൾ. എന്തുകളി നടു റോട്ടിലിരിക്കുന്നു. നല്ല ഞഞ്ഞം പോലത്തെ റോഡ്. What we do in open roads. We do this. We really do this in open roads. തങ്ങളെങ്കിലും പാസിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ചായ പിടിക്കാനൊക്കെ നിർത്തി. പിന്നെ ഒരു 5 ലിറ്റർ എണ്ണ കയറ്റിൻ്റെ ഇപ്പോൾ ജസ്റ്റ് 15-16 കിലോമീറ്ററേ ഉള്ളൂ. ലേയിലോട്ട് സംതിങ്
129 കിലോമീറ്റർ എങ്ങാനുണ്ട്. അങ്ങനെ നമ്മൾ തങ്ങളങ്ങല പാസിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ചെറിയ രീതിയിൽ സ്നോഫോൾ ഉണ്ട്. കണ്ടില്ലേ, മൊത്തം ഒരു മൂടിക്കെട്ടിയ പോലെ. എൻ്റെ കയ്യിലൊക്കെ കണ്ടോ? നിറച്ച് ഐസിരിക്കുക റൈറ്റ് സൈഡിൽ. വഴിയൊക്കെ ചളിയും പിളിയും അമ്മച്ചി. സ്നോ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ജാക്കറ്റൊക്കെ അടച്ചാനെ. ഫോണിൻ്റെ മേലെ കൂടി ഇപ്പോൾ വണ്ടി പിടിക്കുന്നത് സ്നോവും ചളിയും കൂടെ കലർന്നിട്ട് മഞ്ഞളി പോലെ ഇരിക്കുന്നു. ഡേഞ്ചർ. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞ സാധനം മുകളിൽ കയറി കഴിഞ്ഞാൽ തെന്നി വീഴും. ലോറിയൊക്കെ അതാൻ്റെ മോനെ, ലോറിൻ്റെ ടയർ സ്കിഡായി. ഇനി അത്ര വലിയ പ്രശ്നം ഉണ്ടാകാൻ തോന്നുന്നു. പിന്നെ അവിടെ ഒന്നും മഞ്ഞില്ല. അത് ഉരുകി വരുന്ന വെള്ളം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഇനി ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു.
സിറ്റിയിലെത്തിയത്. കാർഗിൽ, ശ്രീനഗർ, മണാലി ഇങ്ങോട്ട്. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമ്മളെ പിള്ളേരെ വെയിറ്റ് ചെയ്യാം. അമ്മേ ഇങ്ങോട്ട് ബ്ലോക്കാണല്ലോ. നമുക്ക് ഇവിടെ അങ്ങനെ പോക്കാം. Yeah.